എന്നിട്ട് പോണം മുമ്പിൽ നിന്ന്. ഇവന്ന് മോളി കയറിയ അയ്യോ, കഥ പറഞ്ഞ് കൊച്ചിനെ ഉറക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു നീ കിടന്നു തുടങ്ങിയല്ലടാ. കൊച്ചു വിളിയാടാ. എന്തിനാ? കൊച്ചു പോയി. അയ്യോ അയ്യോ, അവൻ പെട്ടെന്ന് ഇവനെ നിലയിലെത്തിയത്. ഒന്നും നോക്കാനില്ലേ, ചാടന്നെ. മതി മതി മതി. 1 2 3 4 താഴേക്ക് പോണേ. അയ്യോ, നിക്ക് നിക്ക്. 4 പേരുണ്ടായിരുന്നല്ലോ നമ്മള്. ഒരാളെവിടെ? വാ. ഓന്റെ കൺട്രോൾ വിട്ടുപോയതാ. ഉണ്ണിത്താനെ, ഞാനൊരു കുഴപ്പം കൂടാതെ താഴെ പോന്നു. വന്നേ.
അവനെ കാറിനകത്ത് പുറകെ വിട്. നിർത്ത്. ഓന വണ്ടിക്കകത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. സംസാരം വേണ്ട, പ്രവർത്തിക്കാം. അവര് ശബ്ദം ഉണ്ടാക്കല്ലേ. തുറക്കി. അയ്യോ, വരണ്ടിക്ക് കൈയും കാലും മുളച്ച പോലെ രണ്ടാള്. എന്തായാലും നല്ല സൂപ്പർ ടൈമാണ് നമ്മുടെ. എന്താ ഉണ്ണി സാറേ? അല്ല, കൂട്ടിക്കിടക്കുന്ന കരിങ്കുരങ്ങ് വരെ നമ്മളെ കൊഞ്ഞാൻ കാണിക്കാൻ തുടങ്ങി. എന്റെ ഈശ്വര, എന്ത് പാപം ചെയ്തിട്ടാണാവോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവൻ എവിടെ പോയാലും വേണ്ടില്ല, ഒരു ആപത്തും വരാതിരുന്നാ മതിയായിരുന്നു. എനിക്കിപ്പോ അത്രേ ഉള്ളൂ. ഓനെ നമുക്ക് വിട്ടുപിരിയാൻ മനസ്സ് വരുന്നില്ലപ്പാ. ഓനെ നമ്മുടെ മോനായിട്ട് വളർത്തായിരുന്ന. വളർത്താൻ പറ്റിയ ഉരുപ്പടിയാ. നമ്മളെട്ട് ഇങ്ങനെ കുരങ്ങെളിപ്പിച്ച ആ ക്യാപ്സൂളിൽ എന്താ ചെയ്യണ്ടെന്നറിയോ? അതൊരു കൊച്ചുകുട്ടിയല്ലേ, പാവം. ഒറ്റ അത് തൊഴി. കൊച്ചുകുട്ടിയൊന്നല്ല, കുട്ടിച്ചൈത്താനാ. ഇത്തിരിക്കോളം വന്ന കാന്താരി മുളക് നമ്മളെ പോലുള്ള തടിയന്മാരിട്ട് വട്ടം കറക്കില്ലേ? ദേ അവൻ, ദേ. അതേ സ്ഥലം. ചിമ്പാൻസി, ഞാൻ ഇഞ്ചു പോവാ. പണ്ടാരം കുട്ടി, ചെറുകുട്ടി, എന്നാലും കുട്ടിയെ എടുക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ വിളിച്ചാവും വരില്ല. ഹാജർ എടുക്കട്ടെ. മാത്തപ്പ കുട്ടിയെടുക്ക്. നീ ഒന്ന് ട്രൈ എടുക്ക്. പിടി. പിടി പിടി. കുട്ട കൈ വലിക്ക്. കയ്യിൽ പിടിച്ച്. ഓന് വിശക്കുണ്ടായിരിക്കും പാവം. വെസ്കും വെസ്കും. നമ്മളെ ലോകം മുഴുവട്ട് കറക്കിയ സാധന നാശം. എന്റെ പൊന്നു ഹാജരെ, തന്റെ ഉദ്ദേശം എന്താ? ഇത് വല്ലവന്റെ കുട്ടിയാ. പോലീസ് പിടിച്ച നമ്മുടെ പേരിൽ കിഡ്നാപ്പിങ്ങിന് ചാർജ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് വന്നാലും നമ്മള് സഹിച്ച്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പൊയ്ക്കോളി. പിന്നൊരു കാര്യം, ഓന് വിശക്കനുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഏർപ്പാട് നോക്കി. ശങ്കരൻകുട്ടി, ആചാര്യ പറഞ്ഞിട്ടില്ലേ, കോംപ്ലാൻ വാങ്ങിച്ചൂട്. കോംപ്ലാൻ പോയിട്ട് തഴിച്ച് വളരട്ടെ. കോംപ്ലാനും കംപ്ലൈന്റും ഒന്നും കിട്ടൂല. വല്ല കട്ടൻ കാപ്പിയെങ്കിലും കിട്ടോ നോക്കട്ടെ. നീ പോയാലേ കംപ്ലൈന്റ് ആവും. ലുട്ടാപ്പി. മോന് എന്താ വേണ്ടത്? പാല് വേണോ? ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. പോലീസ് പോലീസ് കൊച്ചിനെ മാറ്റി. മാത്തപ്പ, ഇതിനൊന്ന് പിടിക്ക്. എന്തിനത്? ഒരു ഗസ്റ്റ് ഉണ്ട്. ആര്? പോലീസ്.
അയ്യോ ഞാൻ മിണ്ടരുത്. എന്താ അവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരുന്നോണ്ടാ സാർ. ഏ? ഒന്നുമില്ല സാർ, കാറ്റോളാൻ അല്ലേ? അപ്പുറത്തെ ബെഞ്ചുകളൊക്കെ ഫില്ല, ഈ ലവേഴ്സ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാറ്റ് കൊള്ളാനോ? കാറ്റ് മാത്രമല്ല, കുറച്ച് റെസ്റ്റ് കൂടെ ഉദ്ദേശിച്ച്. എന്താണ് നിന്റെ പേര്? ഉം. ചോദിച്ചിട്ടില്ലേ? ഉണ്ണിത്താൻ. തന്റെയോ? മാത്തപ്പൻ. ഇവിടെ എങ്ങനെ ഒരു കുട്ടിയെ കണ്ടോ? അല്ലോ, കുട്ടി കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാണ് ഇപ്പൊ പോയതേ ഉള്ളൂ. എവിടെ പോയി? പാല് വാങ്ങിക്കാൻ. താൻ ഏത് കുട്ടിയുടെ കാര്യമാ പറയുന്നത്? ശങ്കരൻകുട്ടിയുടെ. 7 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ചോദിച്ചത്. അല്ലാണ് പടത്തോനാണ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെയുള്ള കുട്ടിക്ക് 10-21 വയസ്സുണ്ട്. എന്താണോ? എന്താണെന്ന്? സാറേ, ഇത് മെന്റല. ഞങ്ങള് കാവല, ഇത്തിരി കൂടുതല. കണ്ട, കണ്ട. കണ്ട. എന്താണോ? വേറൊന്നുമല്ല സാർ, മെന്റൽ കൂടിയതാ. മെന്റൽ കൂടുമ്പോ വയലന്റ് ആവും. വയലന്റ് ആവുമ്പോ നമ്മൾ സൈലന്റ് ആയാൽ മതി. മൊത്തത്തിൽ പുകയാണ് സാർ. സാറേ, അവന്റെ ബാപ്പ തീ വീണാണ് മയ്യത്തായെന്നാ. ബാപ്പയുടെ ബാപ്പയാ അതെ. ഞാൻ കുത്തിയ. എന്നാ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് പോടോ. ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആംബുലൻസോ? വട്ട് കേസിലും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നേ. എടുത്തിട്ട് പോടോ. അദ്ദേഹം സ്ട്രിക്റ്റാ. ഇവിടെ എന്താ ഒരു പൊരിച്ച കോഴിയുടെ മണം? അത് പിന്നെ കുടല് കരിയുന്ന മണം സാർ. വിശന്നിട്ട് കുടല് കരിയുന്ന മണം. സാറേ, മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? മിണ്ടാതെ വാടോ. കെടുത്താനെ നോക്കി നിൽക്കാതെ കെടുത്തി. അല്ല, പകയെ നോക്കി നിൽക്കാതെ ചവിട്ടി കെടുത്തി.